വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ഡിസ്ക്ലൈമർ തരാം ഗൈസ്. നിങ്ങൾ ഈ വീഡിയോ ഇയർഫോൺ വെച്ച് മാത്രം കാണാം. കുട്ടികളുടെ അടുത്ത് ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫോൺ മാറ്റാം. ഈ അപരാധി മോള് കാരണം ഇന്നലെ ഒരുത്തം മരിച്ച് മിഞ്ഞാന്ന് ഈ അപരാധി മോള് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇവളെ ഒരുത്തം കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിലാണെങ്കിൽ ഒന്നുമില്ല, ഇവള് കാർത്തിക് സൂര്യനെ പോലെ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഹലോ ഗൈസ്, ഇന്ന് നമ്മളപ്പോ ഒരുത്തന്നെ എയറിൽ കയറ്റി റീച്ച് കൂട്ടാൻ പോവന്നെ ഇങ്ങനെ പറഞ്ഞ് വ്ളോഗ് എടുക്കുന്നുണ്ട്. ഇയാൾ ഈ പെണ്ണുങ്ങളെ കയറി പിടിച്ചെന്നും പറഞ്ഞാണ് വീഡിയോ ചെയ്തത്. ആ വീഡിയോയിലാണെങ്കിൽ ഒരു ഇല്ല, ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഇവർ രണ്ടാളും നിൽക്കുന്നത്. അതുകൊണ്ടൊന്നും നടക്കൂല എന്ന് മനസ്സിലായ അമ്മായി എന്താ ഇത് അടുത്ത ആംഗിളിൽ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ബലൂണും കൊണ്ടുവന്ന് അയാളെ കയ്യിൽ ഉറച്ച് എന്നിട്ട് പറഞ്ഞ എന്നെ കയറി പിടിച്ചെന്ന്. കാർത്തിക് സൂര്യനെ പോലെ വ്ളോഗ് എടുക്കാൻ ഇത്രയും ധൈര്യം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അടുത്തിരിക്കുന്ന ആളെ ചെവിയിലൊന്ന് മൂളിയാ മതി, അത്രയും തിരക്കുണ്ട് ആ ബസ്സിൽ. അടുത്തിരിക്കുന്ന ആ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. ആ വീഡിയോയിലാണെങ്കിൽ ഒന്നുമില്ല കാണാൻ, അയാൾ ഒന്നും ചെയ്യുന്നില്ല. അയാളെ കയ്യാണെങ്കിൽ തട്ടുന്നുണ്ട് ചെറുതായിട്ട്. അത് ഇവളവിടെ നിന്ന് കൊടുത്തത് കൊണ്ട് മാത്രമാണ്. ഇവളെ ബലൂൺ കൊണ്ടെന്ന് അയാളെ കൈയിന്റെ ഇടയിൽ ഇറക്കി വെച്ചത്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് റിയൽ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല, ഇത് എഡിറ്റഡ് വീഡിയോ ആണ്. ഇത് സ്പീഡ് കുറച്ചിട്ടാണ് ഈ പെണ്ണ് വെച്ചിട്ടുള്ളത്. ഈ വീഡിയോന്റെ ശരിക്കും സ്പീഡ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ഇത് 2x കാണണം. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് മാത്രമേ ഇല്ലൂ. അതിന് ഇവള് സ്പീഡ് കുറച്ച് കുറെ നേരം ടച്ച് ചെയ്തതാക്കിയിട്ട് അപ്ലോഡ് ചെയ്ത്. ഈ വീഡിയോ കണ്ട് ഇയാളാണെങ്കിൽ ഇന്നലെ സൂയിസൈഡ് ചെയ്ത്. ഈ സംഭവം നടക്കുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥലത്തിന്റെ അടുത്തായിട്ട് വരും. ഇയാളെ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇയാള് പണിയെടുത്ത് അരി വാങ്ങിയിട്ട് വേണം ആ വീട്ടിലെ ആൾക്കാർക്ക് തിന്നാൻ വേണ്ടി. ആ വീട്ടിൽ ഇയാൾ മാത്രമേ ഇല്ലു ഏൺ ചെയ്യുന്നതായിട്ട്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇവള് കൊന്നത്. ഒരിക്കലും ഇതൊരു സൂയിസൈഡ് അല്ല, കൊലപാതകമാണ്. തന്തൊക്കെ പറക്കത്ത് അവരാതി മോളെ ഇതിന്റെ അകത്ത് എന്താന്നില്ലത്. പെണ്ണായി പോയി. ഇപ്പൊ പോലീസ് പിടിക്കുന്നിട്ട് കുറച്ച് നാൾ ഇത് ജയിലിൽ കിടക്കുന്നു, അങ്ങനെ പുറത്തിറങ്ങി വരും. ഗോവിന്ദച്ചാമീനെ തീറ്റിപ്പോറ്റുന്ന നിയമാണ് ഇന്ത്യയിൽ ഇല്ലത്. അപ്പൊ പിന്നെ ഒരു പെണ്ണായി ഇവളെ എങ്ങനെ വേണമെങ്കിലും രക്ഷപ്പെടും. ഇത്രയും തിരക്കിലൊരു ബസ്സിൽ ഇവളെ തോണ്ടിന്നാ പറയുന്നത്. അത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഇവര് തമ്മിൽ. എന്നിട്ട് ഇവളെ അടുത്ത ഷോട്ട് എടുത്ത് ഇവളെ ബലൂൺ മോളി കൊണ്ടുവന്ന് അയാളെ നെഞ്ചിന്റെ ഇടയിൽ ഇറക്കി വെച്ച്. ആ വീഡിയോ ആണെങ്കിൽ റിയൽ അല്ല, അത് സ്ലോ ആക്കി എടുത്ത വീഡിയോ ആണ്. അല്ല നിനക്കെന്നാ പിന്നെ നീ അവിടെ നിന്ന് മാറി നിൽക്കണം. നിന്റെ സാധനം കൊണ്ടുവന്ന് നീ അയാളെ കൈയിന്റെ ഇടയിൽ വെച്ചിട്ട് നീ എന്നെ തോണ്ടിന്ന് പറയല്ല. ഞാൻ വേണമെങ്കിൽ എന്റെ സുനി എടുത്ത് നിന്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് നീ എന്നെ പിടിച്ചെന്ന് പറയാം. അതുപോലെയാ നീ ചെയ്യുന്നത്. നീ ആടെ ഇരുന്ന് ഇങ്ങനെ സുഖം പിടിച്ചിരുന്നിട്ട് നിന്റെ ബലൂൺ കൊണ്ടുവന്ന് അയാളെ കൈയിന്റെ ഇടയിൽ വെച്ച് അതും പോരായിട്ട് ഇളിച്ചോണ്ടാ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ചായിട്ട് വന്നിട്ട് പറയുന്നത് എന്നെ ഇയാള് പിടിച്ച്. ഇവളെ തല്ലുന്നതിന് മുമ്പ് തല്ലിക്കൊല്ലേണ്ട വേറൊരു അപരാധ കുട്ടിയുണ്ട്. ഹായ്, ഞാൻ അപ്സ കേറജി. നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്സ കെ പറി. ഇവളെയാണ് ആദ്യം തല്ലിക്കൊല്ലേണ്ടത്. ഇവള് കാരണം മാത്രമാണ് ഇതിന് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. ഇനി എത്ര ആൾക്കാർ ഇങ്ങനെ മരിച്ചു പോകും. ഗൈസ്, നിങ്ങൾ നിങ്ങളെ വീട്ടിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. റീച്ചിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും ആലോചിക്കാനുണ്ട്. ഇതിപ്പോ നിങ്ങളെ അച്ഛനാണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിലോ ആ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒരാളും ഇല്ല, അയാൾ മാത്രമേ ഇല്ല. അത്രയും സങ്കടം വന്നിട്ട് ഈ വീഡിയോയിൽ അത്രയും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്. ശരിക്കും ഇത് കണ്ടിട്ട് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇവക്കില്ല വടയും ചായ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവളെ പേരിൽ കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. എത്രയല്ല കേസെടുത്താൽ എന്ത്, എത്രയോ ആൾക്കാരെ പിളക്കിക്കൊന്ന ഗോവിന്ദച്ചാമി അതാ ബിരിയാണി തിന്നുന്നു. അപ്പൊ പിന്നെ ഇവളുമാരിൽ എത്ര പെട്ടെന്ന് ഇറങ്ങി വരുന്ന ആലോചിച്ച് നോക്ക്. ഇനിയെങ്കിലും പുരുഷ കമ്മീഷൻ നിലവിൽ വരണം. ഈ അമ്മായി ഇതിനെല്ലാം എല്ലാരും കുട്ടിന്ന് പറയും. ഈ മൈ എന്തിനാന്ന് എല്ലാരും കുട്ടിന്ന് പറയുന്നത്? ഈ അവരാതി നീ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു. ഇയാള് വേറൊരു കുട്ടീനെ ഉപദ്രവിച്ച് എന്നാണ് ഈ പെണ്ണുങ്ങൾ പറയുന്നത്. അപ്പൊ നിന്റെ വായിലെന്താ അമ്പഴങ്ങിയാ, നിന്റെ വായിലെന്താ പഴ? നീ അപ്പൊ പിന്നെ കണ്ടക്ടറോട് പറയണം, അല്ലെങ്കിൽ വേറെ ആരടുത്തെങ്കിലും പറയണം, അല്ലെങ്കിൽ അയാളെ അടിക്കണം. നീ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ അമ്പഴങ്ങ വായിലിട്ട പോലെ ഇരുന്നിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ട് അല്ലേ ഗൈസ് ഇയാൾ എന്നെ പ്ലക്കി തുടുക്ക പ്ലക്കി. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അപ്സാക്കെ പറയുന്ന വേറൊരുത്തി ഇങ്ങനെ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെയുള്ള എയർ വിമാനം പിടിച്ച് എയറിലേക്ക് പോയതാണ്. ഇപ്പൊ അടുത്തത് അതാ എയർ വിമാനം പിടിച്ച് വൈറലാവാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അയാൾക്ക് ശരിക്കും അത്ര ഫീൽ ആയിട്ടുണ്ടാവും. അയാളെ ഫാമിലി ചിലപ്പോൾ തകർന്നിട്ടുണ്ടാവും. അയാൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ആ ഭാര്യയും മക്കളുമായിട്ട് ഇയാൾ പ്രശ്നത്തിലായിട്ടുണ്ടാവും. ഈ ഭാര്യയും മക്കളും ഇതല്ലേ കാണുന്നത്, പിന്നെ അവരതല്ലേ വിശ്വസിക്കുന്നത്. ബോയ്സ് ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ആരും ബസ്സിൽ കയറണ്ട. ഒന്നെങ്കിൽ ബസ്സിൽ കയറുന്നുണ്ടെങ്കിൽ ഒരു കാർബോർഡ് ഇങ്ങനെ എടുത്ത് പിടിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എങ്ങനെയെങ്കിലും ഒപ്പിക്കി, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടിയിട്ടാണെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ മതി. ബസ്സിൽ ആരും കയറണ്ട. മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ, അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. നിന്നെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നീ പ്രതികരിക്കണം. നിനക്കതിന് പറ്റുന്നില്ലെങ്കിൽ നീ വീട്ടിലിരിക്കണം. അല്ലാണ്ട് നിനക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ബലിയാക്കേണ്ടത് കണ്ട വീട്ടിലെ ആണുങ്ങളെ അല്ല. എനിക്കങ്ങനെ റീച്ച് ആവണമെങ്കിൽ നിന്റെ തന്തയുണ്ടല്ലോ വീട്ടിലിരിക്കുന്നത്, അയാളെ പിടിച്ച് കൊണ്ടുപോയിട്ട് നീ റീച്ച് ഉണ്ടാക്കണം. അയാളെ നീ കൊണ്ടുപോയിട്ട് എന്നെ തോണ്ടി, എന്നെ പിടിച്ച്, എന്നെ പ്ലക്കി തുടുക്കെ പ്ലക്കി എന്ന് പറഞ്ഞ് നീ വീഡിയോ ഉണ്ടാക്കണം. എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക.
എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവള് പറയുന്ന ഇവക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല തൊട്ടത്. നീ തന്നെയല്ലേ നിന്റെ ബലൂൺ മോളി അവിടെ കൊണ്ടുവന്ന് വെച്ചത്, അത് നമ്മളെല്ലാരും കണ്ടതല്ലേ. നീ തന്നെ നിന്റെ സാമാനം എടുത്ത് അയാളെ കയ്യിൽ കൊടുത്ത്, എന്നിട്ട് നീ പറയുന്ന അയാൾ നിന്നെ തോണ്ടിക്കുന്ന, അയാൾ വേണം നിന്റെ കാരണം അടിച്ച് പൊട്ടിക്കാൻ. ശരിക്കും ഞാനിപ്പോ എന്റെ സാമാനം എടുത്ത് നിന്റെ കയ്യിൽ തന്നിട്ട് നീ എന്നെ തോണ്ടിന്ന് പറഞ്ഞാലോ എന്താ അവരതും പറയാന്നാ? ആരെല്ലാം എങ്ങനെയെല്ലാം മരിച്ചെന്ന് പറഞ്ഞിട്ട് എന്താന്ന് കാര്യം? പെണ്ണാണ് നിയമം, പെണ്ണാണ് നിയമം ഉണ്ടാക്കുന്നത്. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു ജീവിയാണ് പെണ്ണ്. പെണ്ണെന്ന് പറയുന്ന ജീവി അത്രയും വീക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ നിയമം എങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി കൊടുത്തത്. എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ട്? അവര് വീക്ക് ആയതുകൊണ്ട് മാത്രം. ഏറ്റവും വീക്കായ പെണ്ണിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആയുധം എന്ന് പറയുന്നത് അതിന്റെ നാവാണ്. ഈ മൂഞ്ചിയ ഇന്ത്യൻ നിയമത്തിന്റെ ബലത്തിൽ മാത്രമാണ് പെണ്ണുങ്ങളെല്ലാരും ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഈ കണ്ട നിയമങ്ങളെല്ലാം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കുറെ പെണ്ണുങ്ങളെ അത് എഫക്ട് ചെയ്യും. കുറെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാവും. അതെല്ലാം ശരിയാണ്, അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ നിങ്ങളത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ മക്കളായിക്കോട്ടെ, എന്താണ് പിന്നെ ബാക്കിയുള്ള പെണ്ണുങ്ങളായിക്കോട്ടെ, എല്ലാവരും അത് എഫക്ട് ചെയ്യും. ഇനിയിപ്പം ഇന്ത്യൻ നിയമം ഇത് എടുത്ത് കളഞ്ഞു വിചാരിക്കും, പെണ്ണുങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കും, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങളിങ്ങനെ മൂഞ്ചി കുത്തിയിരിക്കും. ഇനിയിപ്പോൾ ഏതെങ്കിലും പെണ്ണിങ്ങനെ കയറി എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഒറ്റ കാര്യം ചെയ്യാനില്ല, ആണുങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ബസ്, പെണ്ണുങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ബസ്. ഓരോരോ മൂഞ്ചിയ ഗവൺമെന്റും മൂഞ്ചിയ നിയമങ്ങളും. പെണ്ണുങ്ങൾക്ക് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അതല്ല ഓക്കെ. അവരെന്തെങ്കിലും തെറ്റ് ചെയ്തത് കണ്ടാല് ആ തെറ്റ് പിടിച്ചു കഴിഞ്ഞാല് അവരെ നേരെ അതിൻ്റെതായിട്ടുള്ള നടപടി എടുക്കണം. ഈ മൂഞ്ചിയ നിയമം ഏടെ നടപടി എടുക്കാന്? ഇവരിപ്പൊ നമ്മളെ ഫ്രണ്ടിൽ കടന്നിട്ട് ഇങ്ങനെ നടപടി എടുത്ത് മറ്റേത് മറിച്ചത് ജയിലിലെത്തി എന്നെല്ലാം പറയും. ഒരു കുറച്ച് വർഷം കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങളെ ഇറക്കി വിടും. അത് സ്വാഭാവികമാണ്, നമുക്കത് ചിന്തിക്കാനേ ഇല്ലൂ. കുറച്ച് വർഷം കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങൾ സുഖമായിട്ട് ഇറങ്ങി വരും. ആർക്ക് പോയി? ആ വീട്ടുകാർക്ക് പോയി. ആ വീട്ടുകാർക്ക് അവർക്ക് മക്കൾക്ക് പോയി, അവരെ ഭാര്യക്ക് പോയി. ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു പെണ്ണായിരിക്കും, എന്നാൽ നിങ്ങളൊരാണാന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ആവും. കുടുംബക്കാര്, വീട്ടുകാര് എല്ലാരും ഇവരെ കുറ്റപ്പെടുത്തി എന്നാ പറയുന്നത്. ഇയാളെ നാട്ടുകാരടക്കം അങ്ങനെ കണ്ടു എന്നാ പറയുന്നത്. അതുകൊണ്ടായിരിക്കണം ഇയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവലേ. ഈ വീഡിയോയിൽ കാണുന്നത് ഇയാളെ ഫ്രണ്ടാ മറ്റാണ്. ഇയാൾ പറയുന്നത് ബന്ധുക്കൾ, സ്വന്തക്കാർ, കുടുംബക്കാരടക്കം എല്ലാവരും ഇയാളെ കുറ്റപ്പെടുത്തിയെന്നാണ്. ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാൻ, നീ വക്കീലിന്റെ നമ്പർ ആയിരുന്നെങ്കിൽ നീ ഇതാക്കി വെച്ചോന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ ഞായറാഴ്ച വരാം, ഞായറാഴ്ച നമുക്ക് എന്തായാലും സംസാരിക്കുക, വിഷയം സംസാരിക്കുക. തൽക്കാലം നീ എന്തായാലും ഇത് പുറത്തേക്ക് ഇറങ്ങണ്ട, നീ വീട്ടിലിരുന്നാണ്. ഇതിപ്പോൾ വൈറലായതല്ലേ. ഇനിയിപ്പോൾ മാനേജർക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള സംസാരം വരണ്ടെന്നുള്ള രീതിയിലാണ് നീ അവിടെ നിന്ന് നിൽക്കുക. ഇയാൾ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങിയിട്ടില്ല, എന്നാ പിന്നെ അത്രയും അയാൾക്ക് അത് ലൈഫിൽ എഫക്ട് ആയിട്ടുണ്ടാവും. എല്ലാവരും മനുഷ്യന്മാരെല്ലാം എല്ലാവർക്കും ജീവിക്കണ്ടേ. ഒരാണ് ചത്ത കഴിഞ്ഞാൽ പട്ടി വിലയാ. ഇനി ഈ പീപ്പെണ്ണാണെങ്കിൽ സുഖമായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങും. ഈ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇയാളുടെ കൂടെ 1 വർഷം മുമ്പ് യാത്ര ചെയ്ത ഒരു പെൺകുട്ടി ഒരു ഇൻഫ്ലുവൻസറിന് അയച്ചു കൊടുത്ത ഒരു ഓഡിയോ ആണിത്. നമ്മളിങ്ങനെ പിടിക്കത്തില്ലേ, ഇരുന്ന് സീറ്റ് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല, അത് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിട്ടിരിക്കും. പേരൻസായിട്ട് ഭയങ്കര വേദനയായിട്ട്. അപ്പോൾ പുള്ളി ചോദിച്ചു, മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതാറ് നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. അപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ പെയിൻ കില്ലർ വല്ലതും ഉണ്ടോ? അപ്പോൾ അമ്മയോട് ചോദിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് വയ്യായിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ വേണ്ട ഏട്ടാ, സാറില്ല, അമ്മ കിടന്നോട്ടേന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ കയ്യിരുന്ന പാരസെറ്റമോൾ എടുത്തു. എന്നിട്ട് തലവേദന വല്ലതും ഉണ്ട്, ഇതിപ്പോൾ തൽക്കാലം കഴിക്കുന്നവർക്ക് എനിക്ക് തന്നു. എന്തായിരുന്നു, അങ്ങനെയാണ് മിണ്ടിയത്. ഇതിലെ കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയില്ല ഒരാളാണ് അയാള്, എങ്ങനെയാണ് അയാളുടെ സ്വഭാവം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും നേരം ഈ പറഞ്ഞത് ഒരു പെണ്ണാണ്. ആ പെണ്ണും അയാളുടെ കൂടെ യാത്ര ചെയ്തതാണ്. എന്നിട്ടും ഈ അപരാധി മോളേക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്റെ കടീന പറയേണ്ടത്. വെടിച്ച് ഓളെ മറ്റേ സാമാനം അതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് തിരികിയിട്ട് എന്നിട്ട് സുഖം പിടിച്ചിട്ട് ഓള് പറയുന്ന എന്നെ തോണ്ടിന്ന്. ഇങ്ങനെ ഒരു തന്തയില്ലാത്തരം കാണിച്ചിട്ടാണ് വേറൊരു തീന്റെ ഇടയിൽ പറന്നു പോയത്. ഓളെയാണ് ആദ്യം തല്ലിക്കൊല്ലണത്. അപ്സാക്കിയ പറയും. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ.